ജ്യോതി മൽഹോത്ര. നമ്മളവളെ പാക് ചാരസുന്ദരി എന്നല്ല വിളിക്കുന്നത്, നമ്മളവളെ ഒറ്റുകാരി എന്നാണ് വിളിക്കുന്നത്. പാക് ഒറ്റുകാരി, ഇന്ത്യയിലിരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി വിടുവേല ചെയ്ത ഒരു ഒറ്റുകാരി. ആ ഒറ്റുകാരിയെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് മാഡം എൻ ആണ്. മാഡം എൻ മാത്രമല്ല, മാനും ഉണ്ട്. അതെ, ആ മാനിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ജ്യോതി മൽഹോത്രയ്ക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഇവർ നൽകിയിരുന്നു? എങ്ങനെയാണ് ജ്യോതി ഇതിലേക്ക് ചെന്ന് പെട്ടത്? വാഗ്ദാനങ്ങളൊന്നുമില്ല, ചെയ്ത പണിക്കുള്ള കൂലിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കിട്ടിക്കാണണം. അതിന്റെ രേഖകൾ നമ്മുടെ കോടികളും കിട്ടിക്കാണും, ഉറപ്പായിട്ടും ഉണ്ടാകും. കാര്യം ഏതാണ്ട് 5-6 വർഷം കൊണ്ട് വളരെ അത്യാഡംബര ജീവിതം നയിക്കത്തക്ക രീതിയിൽ ഒരു യൂട്യൂബറൊക്കെ മാറുക എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു അസ്വാഭാവികതയുണ്ടല്ലോ. അപ്പോൾ ഇത്തരം പണി ചെയ്തതിന് കിട്ടിയ പ്രതിഫലം ഇന്ത്യയെ പറ്റിയതിന്, അതെ, അത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്. കാര്യം ബാങ്ക് അക്കൗണ്ട് രേഖകൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയാം. അതായത് നമ്മൾ ഇതുവരെ കേട്ട കഥയിൽ ഒരു പാക് ഹൈ കമ്മീഷൻ ഉദ്യോഗസ്ഥൻ, ഒരു ഡാനിഷ് എന്ന പേരുള്ള അയാളാണ് ഈ ജ്യോതി മൽഹോത്രയെ കണ്ട് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ വളച്ചെടുത്തെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അയാൾ ഈ ജ്യോതി മൽഹോത്രയെ ചാരപ്പണിക്ക് ഏർപ്പാടാക്കിയത്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു ആസൂത്രകയുണ്ട്. അവരുടെ പേരാണ് മാഡം എൻ. അവർ ലാഹോറിലുള്ള ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നു എന്ന മറവിൽ ഒരു ISIയുടെ ഒരു ഏജന്റാണ്. ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയാണ് പാകിസ്ഥാൻ്റെ. അവർ ചെയ്യുന്നത്, പുറത്ത് ഉള്ള അവരുടെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് അവരൊരു ട്രാവൽ ഏജൻ്റാണ്. അവരുടെ ഭർത്താവ് ഒരു സിവിൽ സർവീസ്, ഒരു റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. നിസ്സാരക്കാരിയല്ല. അപ്പോൾ ഇവരുടെ യഥാർത്ഥ പേര് നൗഷാബ ഷഹ്സാദ് മസൂദ് എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ ഇവരെ ഈ മാഡം എൻ എന്നുള്ള ഈ വിളിപ്പേര് നമ്മൾ ഈ ചാരപ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഏറിയ പങ്കും ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരും ആ മൊഴികളിലെ ഏക സാദൃശ്യമുള്ളത് ഈ മാഡം എൻ ആണ്. ഇവരുടെ നിർദ്ദേശാനുസരണമാണ്. അതായത് ട്രാക്ക് ഇങ്ങനെയാണ്: ഈ ഡാനിഷ് എന്ന് പറയുന്ന ആൾ ഇവരെ ഓരോരുത്തരെ കണ്ടെത്തുന്നു, ഓരോ യൂട്യൂബർമാരെ. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇവരാണ്, ഈ മാഡം എൻ. അവരുടെ ഉദ്ദേശം ഇന്ത്യക്കകത്ത് ഏതാണ്ട് 10,000 വരുന്ന 500ഓളം വരുന്ന ഈ യൂട്യൂബർമാർ, അവർ ഈ സ്ലീപ്പർ സെൽസ് എന്ന് പറയില്ലേ, അതായത് നിർദ്ദേശം കിട്ടുമ്പോൾ പ്രവർത്തിക്കുക, അതുവരെ മറ്റൊരു പ്രതീതിയിൽ നമുക്കിടയിൽ ജീവിക്കുക, ഒരു ഉത്തരവ് കിട്ടുമ്പോൾ അതനുസരിച്ച് അതിനാണ് സ്ലീപ്പർ സെൽസ് എന്ന് പറയുക. അപ്പോൾ ഇത്ര ഒരു 500ഓളം വരുന്ന പേരുടെ സ്ലീപ്പർ സെൽസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്യമം. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബ് വ്ളോഗർ എന്ന രീതിയിൽ വന്ന് പകർത്തി അവർക്ക് വേണ്ട വിഷ്വൽ എന്താണോ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ എത്ര പവർഫുൾ ഉള്ള ആളാണെന്നുള്ളത് മനസ്സിലാകാൻ നമ്മൾ ഞെട്ടുന്നത്, ഇവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് ഡൽഹിയിലുള്ള പാക് ഹൈ കമ്മീഷനിൽ 2 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവർ പറയുമ്പോൾ, അതായത് നടപടിക്രമങ്ങളൊക്കെ വളരെ എളുപ്പം പൂർത്തിയാക്കി വിസിറ്റിംഗ് വിസകൾ അനുവദിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം വിസിറ്റിംഗ് വിസകൾ അനുവദിക്കാനായിട്ട് ഒരു സംവിധാനം അവിടെ ഇല്ല. പക്ഷേ ഇവരുടെ നിർദ്ദേശം വന്ന ഉടനെ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഈ വിസിറ്റിംഗ് വിസ അനുവദിച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ഒരു 3000ഓളം ഇന്ത്യക്കാരെ, ഇന്ത്യയിലുള്ളവരെ ഇവർ പാകിസ്ഥാനിലെത്തിച്ചു. ഒരു 1500ഓളം ഇന്ത്യൻ സ്വദേശികളായിട്ടുള്ള വിദേശത്ത് താമസിക്കുന്ന, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലോ മറ്റൊക്കെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള, അങ്ങനെ 1500ഓളം പേരെ ഇവരെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഓഫർ മറ്റേ ഒന്നെങ്കിൽ വിനോദയാത്ര അല്ലെങ്കിൽ തീർത്ഥയാത്ര, ഇതിൻ്റെ മറവിലാണ് ഇത്രയും ആൾക്കാരെ അവിടെ എത്തിച്ചത്. പാകിസ്ഥാനിലേക്ക് തീർത്ഥയാത്രയോ? അവിടെ ആരാധന കേന്ദ്രങ്ങളുണ്ടല്ലോ, പള്ളികളുണ്ടാകും, പഴയ അമ്പലങ്ങളുണ്ടാകും. ഇപ്പോൾ കർത്താർപൂർ ഇടനാഴി തുറന്നതിന് ശേഷമാണ് ഈ കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യം ഇവർക്ക് കൂടുതലായതെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ജ്യോതി മൽഹോത്ര അടക്കം വരുന്ന ഒരു 500ഓളം പേരെ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാമോ ആ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതനുസരിച്ച് ഇവർക്ക് ഈ നമ്മുടെ പ്രധാന മേഖലകളിലൊക്കെ വന്ന് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് കൃത്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്. അയാളുടെ പേര് നാസിർ ധില്ലൻ എന്നാണ്. ഈ പറയുന്ന ആൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലെത്തി പരിചയപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ ജ്യോതി മൽഹോത്രയെ ഇങ്ങോട്ട് വന്ന് മുട്ടി പരിചയപ്പെട്ട ആളാണ്. ഇയാൾ ഒരു പഴയ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇയാളിപ്പോൾ അവിടെ ഒരു യൂട്യൂബറാണ്. അപ്പോൾ അരോ കിന്നരോ എന്ന് പറയുന്ന പോലെ ഒരു യൂട്യൂബർ മറ്റൊരു യൂട്യൂബറെ കണ്ടപ്പോൾ സഖ്യത്തിലായി.
അങ്ങനെ ഈ പറയുന്ന നാസർ ദില്ലനും ഇതേപോലെ ജ്യോതി മൽഹോത്രയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 12ഓളം പേരാണ്, 12 ഒരു 13, ഒരു പഞ്ചാബുകാരനും കൂടി വീണ്ടും പിടിയിലായിട്ടുണ്ട്. അങ്ങനെ മൊത്തം 13ഓളം പേരാണ് ഈ ചാരപ്പണിക്ക് ഇന്ത്യ ഇതുവരെ പിടികൂടിയിട്ടുണ്ട്. അത് എല്ലാവരും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ പറയുന്ന മാഡം എന്നിൻ്റെ പേര് പറയുന്നുണ്ട്. കാര്യം അവരാണ് ഇവർക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പരിപാടികളൊക്കെ ആളുകളെ കണ്ടെത്തുക, അതായത് പ്രധാനമായി ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അതേപോലെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് പാകിസ്ഥാൻ അനുകൂല പ്രചാരണം ഇവിടെ നടത്തുക, അതായിരുന്നു പ്രധാന ഉദ്ദേശം. പിന്നെ ജ്യോതി മൽഹോത്രയെ പോലുള്ളവർ അതിൻ്റെ കൂടെ ഈ തന്ത്രപ്രധാന മേഖലകൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ അതേപോലെ സ്ഥലങ്ങൾ സന്ദർശിക്കുക, എന്നിട്ട് അതിൻ്റെയൊക്കെ വിശദമായ വീഡിയോ ചിത്രീകരിച്ച് അതിൻ്റെ വിവരണങ്ങൾ സഹിതം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്നോ തുടങ്ങിയതെല്ലാം ഇവർ പകർത്തിയിട്ടുണ്ടാവണം. ഇതെല്ലാം ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഈ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ജ്യോതി മൽഹോത്ര അടക്കമുള്ളവർക്കെതിരെ ശക്തമായ തെളിവ് വന്നിട്ടുണ്ട്. കാര്യം ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇവരെത്ര മറച്ചു വെച്ചാലും എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇത് കുഴി തോണ്ടി പുറത്തെടുക്കുന്നത് പോലെ ഇത്തരം തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലെത്തും. ജ്യോതി മൽഹോത്രയുടെ കയ്യിൽ നിന്ന് മാത്രം ഏതാണ്ട് 12 TB ഡാറ്റയാണ് കിട്ടിയത്. പല രഹസ്യ സംഭാഷണങ്ങളും നടത്തിയതെല്ലാം വിദഗ്ധമായി ഡിലീറ്റ് ചെയ്തിരുന്നു. അതെല്ലാം ഇപ്പോൾ റിക്കവർ ആക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പോലും ഈ പാകിസ്ഥാൻ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പോലും അതാ സമയത്ത് തന്നെ പാകിസ്ഥാനിലുള്ളവർക്ക് അറിയിച്ചു കൊടുത്തിരുന്ന ആളാണ് ജ്യോതി മൽഹോത്ര. ഈ മാഡം ഇപ്പോൾ ജ്യോതി മൽഹോത്ര നമ്മൾ ആദ്യം അറിയുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളാണ്. പിന്നീട് സർക്കാർ ചെലവിൽ കേരളത്തിൽ വന്നു, കേരളത്തിലെ പല സ്ഥലങ്ങളും കണ്ടു, ഏഴിമല നാവിക ആസ്ഥാനത്തൊക്കെ എത്തി എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ പരിസരത്തൊക്കെ കറങ്ങി നടന്നു എന്നുള്ളത് അറിഞ്ഞു. അതുപോലെ ഇനി ഈ മാഡം എന്നും കേരളത്തിലോ ഇന്ത്യയിലോ എത്തിയതായി എന്തെങ്കിലും സൂചനകളോ? അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. അവർ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അവർ നിലവിൽ പാകിസ്ഥാനിലാണുള്ളത്. അവരെ നമ്മൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നിയമ നടപടിക്ക് വിധേയമാക്കാൻ സാധിക്കുമെന്നുള്ള തോന്നൽ എനിക്കില്ല. കാര്യം അവർ പാകിസ്ഥാനിലെ ISI ഒരു ഉദ്യോഗസ്ഥയാണ്. അവരെ ആ രീതിയിൽ തന്നെ അവർ സംരക്ഷിക്കുകയും ചെയ്യും. നമുക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യത പോലും ഇല്ല. പക്ഷേ ഏറ്റവും പേടിപ്പെടുത്തുന്ന സംഗതി എന്തെന്നാൽ ഈ ജ്യോതി മൽഹോത്ര നമ്മുടെ ഏതാണ്ട് രാജ്യത്തുടനീളം നടത്തിയ ദുരൂഹമായ കുറേ യാത്രകളാണ്. വാരാണസിയിലും കുംഭമേള നടക്കുന്നിടത്തുമൊക്കെ ഇവർ ജ്യോതി മൽഹോത്ര സന്ദർശിക്കുകയും വീഡിയോകൾ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അവർ ഒട്ടുമിക്ക വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്ലോഡ് ചെയ്യാതെ രഹസ്യമായി ഇവർ സൂക്ഷിച്ച ദൃശ്യങ്ങളെക്കുറിച്ച് നമുക്ക് വിവരമില്ല. ഇത്തരത്തിൽ അവർ സ്വകാര്യമായി സൂക്ഷിച്ച ദൃശ്യങ്ങൾ എത്രത്തോളം ഇവർ പാകിസ്ഥാനിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.